പ്രസവം നിർത്തിയതിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ IVF അല്ലാതെ മറ്റെന്തെങ്കിലും ചികിത്സാ രീതികളുണ്ടോ എന്നത് പല ദമ്പതിമാരിലും ഉള്ള ഒരു സംശയം തന്നെയാണ്. പ്രസവം നിർത്തിയതിന് ശേഷം അവർക്ക് ഒരു കുഞ്ഞു കൂടി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാം, ഇല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ചതിന് ശേഷം ഒരു കുഞ്ഞു കൂടി വേണമെന്നുള്ള ആഗ്രഹവും ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളവർക്ക് ഗർഭധാരണം നടക്കുവാനായി 2 ചികിത്സാ രീതികളാണ് ഉള്ളത്. ആദ്യത്തേത് അവരുടെ ട്യൂബൽ സ്റ്റെറിലൈസേഷൻ എന്ന സർജറി റിവേഴ്സ് ചെയ്യുന്ന, അവരുടെ അണ്ടവാഹിനി കുഴലുകൾ തിരിച്ച് യോജിപ്പിക്കുന്ന റീകാനലൈസേഷൻ എന്ന സർജറിയാണ്. രണ്ടാമത്തേത് IVF അഥവാ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സയാണ്. ഇതിൽ ഏതായിരിക്കും അവർക്ക് ഉചിതമെന്നുള്ളത് പല ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് തീരുമാനിക്കുന്നത്. ഇതിൽ ആദ്യത്തേതും ഏറ്റവും പ്രാധാന്യമുള്ളതും എന്നത് അതിൽ ദമ്പതിമാരിലെ സ്ത്രീയുടെ പ്രായം എന്താണെന്നുള്ളതാണ്. എന്തെന്നാൽ സ്ത്രീയുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് അവരുടെ അണ്ടത്തിൻ്റെ അളവിലും ഗുണനിലവാരത്തിലും കുറവുകൾ ഉണ്ടാവാവുന്നതാണ്. രണ്ടാമത്തേത് ദമ്പതിമാരിലെ പുരുഷൻ്റെ ബീജം ടെസ്റ്റ് അനുസരിച്ചാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് അവർക്ക് പ്രസവം നിർത്തിയിരിക്കുന്നതെന്നും അത് കഴിഞ്ഞ് എത്ര മാസങ്ങൾ അഥവാ വർഷങ്ങളായി എന്നുള്ളതുമാണ്. പ്രായം കുറഞ്ഞ ദമ്പതിമാരാണ് പെട്ടെന്ന് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നിവയാണെങ്കിൽ നമുക്ക് തികച്ചും സർജറി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നാൽ പ്രായം കൂടി വരുന്ന ദമ്പതിമാരാണ്, 35-ന് മുകളിലാണ് രണ്ടുപേരുടെയും പ്രായം. അതുപോലെ തന്നെ അവർക്ക് വന്ധ്യതയ്ക്ക് മറ്റ് പല കാരണങ്ങളുമുണ്ട്. അതുപോലെ അവരുടെ അണ്ടത്തിലോ ബീജാണുക്കളുടെയോ എണ്ണത്തിലോ ഗുണനിലവാരത്തിലോ കുറവുകളുണ്ട് എങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത ലഭിക്കുന്ന ചികിത്സാ രീതി എന്നത് IVF തന്നെയാണ്.